നമ്മുടെ ഫാം ഹൗസിലുള്ള പോണ്ടില്ലേ, ആ പോണ്ടിൽ ഞാൻ കുറച്ച് മീനിനെ ഇട്ടിരുന്നു. അപ്പോൾ മീനൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് മീനിനെ നമ്മൾ പിടിക്കാൻ പോവാം. പിടിച്ചിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രിപ്പയർ എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനും കാങ്ങും നോങ്ങും കൂടെ ആ മീനിനെ പിടിക്കാൻ പോവാണ്. നമുക്ക് പിടിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തങ്ങ് കഴിക്കാം. കുറേ ഉണ്ട്. ഞാൻ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ ഇട്ടതായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് വലുതായി ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഡെയിലി അതിനെ പിടിച്ച് കഴിക്കണം, അല്ലെങ്കിൽ അതിന് അത്രയും ഇതില്ല. വാ നോക്കാം. ഇത് കണ്ടോ, കാങ് വളരെ സന്തോഷത്തില്ല. എന്താ പറയുക, അവള് ലേക്ക് ചൂണ്ടയൊക്കെ റെഡിയാക്കി അവളുടെ കൈ കൊടുത്തു. ഞാൻ പറഞ്ഞു നീ പിടിക്കുക, ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതാ മുമ്പിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നോങ് വന്നില്ല. നോങ്, ഇത് കണ്ടോ, എൻ്റെ കൂടെ 13 വർഷമായിട്ടുള്ള പൂച്ച, പ്രായമായി. ഇതിനിടക്ക് വല്ലാതെ അസുഖം വന്നിരുന്നു. പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചു റെഡിയാക്കി വന്ന ഇതാ മോനെ വരുന്ന നോങ്. അയ്യോ, ഇതെന്ത് തേപ്പ് കത്തിയൊക്കെ എടുക്കുന്നത്? ഓ ബക്കറ്റിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ആ ഓക്കെ. ഞാനിവിടെ മുമ്പ് ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു കുളം, ഇതില് താറാവിനെ വളർത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പോകുമ്പോൾ ഒരു താറാവിനെ എടുത്തങ്ങ് പോകും. പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. എൻ്റെ ഒരു ദുരിയാൻ്റെ മരം ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഫംഗസ് ബാധിച്ചിട്ട് ഞങ്ങൾ ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഡെഡ് ആയതായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇത് കണ്ടോ, ഇവിടെ ആയിരുന്നു കീടബാധ ഉണ്ടായത്. ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പോണ്ടിൻ്റെ കഥ. പഴയ പോണ്ടിൻ്റെ നിറയെ താറാവുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ കുറുക്കന്മാരൊക്കെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർ പോകുമ്പോൾ ഓരോ താറാവിനെ എടുത്തിട്ട് പോകും. ഇതാണ് നമ്മുടെ പോണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, മീനൊക്കെ വലുതായിട്ടുണ്ട്. മീൻ ഓടി കളിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഈ മീനിനെ ഈ മീനിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണെന്ന് എനിക്കറിയില്ല. നെക്ടർ എന്നൊക്കെ പറയുന്ന മീനാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല വലുപ്പമുണ്ട് കണ്ടോ. ഏകദേശം ഒരു അര കിലോ ഒക്കെ ഉണ്ട്. ഹാഫ് കിലോയാ? ഒരു ഹാഫ് കിലോ ഒക്കെ ഉണ്ട്. ലിറ്റിൽ മോർ വാട്ടർ, ലിറ്റിൽ മോർ വാട്ടർ. അങ്ങനെ നോങ്ങാണ് ഇപ്പോൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലേക്ക് അതാ, ലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്താ മോനെ ഇതെന്താ, ഈ മീന് എന്താണ് നമ്മുടെ നാട്ടിൽ പറയാന്നുള്ളത് പേരെനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 500-ന്റെ മേലെയൊക്കെ മീൻ ഇതിന്. 500-ഒന്നല്ല, ഏകദേശം 1000 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല ആമ്പൽ പൂക്കളൊക്കെ ഉണ്ട്. രാവിലെ നന്നായിട്ട് വിടർന്നിരിക്കും. cái này đang lươnขึ้นไปอีกไงบ้าเลยเลื่อนเมื่อกี้เลื่อนมาถ่ายนี้มันลงไปถึงนี้มันก็จมพร้อมไอ้นี่เลยจะถ่ายวิดีโอเฉย. അപ്പോൾ ഇനി നോങ് ഒരു മീനിനെ പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കാങ്ങിൻ്റെ ഊഴാണ്. കാങ്ങാണ് ഇനി പിടിക്കാൻ പോകുന്നത്. കോഴിയുടെ മീറ്റാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത്. നോങ്ങാണത് കോർക്കുന്നത്. ഓക്കെ, വീണ്ടും നോങ്ങ് തന്നെയാണ് പോകുന്നത്. കാങ് അടുത്തത് കാങ് പോകും. ഒരു വലിയതിനെ പിടിച്ചാൽ മതിയായിരുന്നു. ചെറുതാണ് വരുന്നതെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഇടാം. ഇടേണ്ട താമസമുള്ളൂ. നല്ല ഉണ്ടോ, 1/2 കിലോ ഉള്ള മീനാണ്. 1/2 കിലോ ഉണ്ട് ഇത് ഒരു മീൻ. നല്ല വലിപ്പമുണ്ട്.
อันนี้มันกัดที่ไหนแล้วไม่เหมือนปลาช่อนปลาดุกเขียนปุ๊บลงปั๊บไม่ได้กินอาหาร പെട്ടെന്ന് വളർന്നു വലിയതായി കേട്ടോ ഇത്. അടുത്തത് ഇനി കാങ് ആണ് മീൻ പിടിക്കാൻ പോകുന്നത്. ലേക്ക് അത് അവിടെ തീറ്റയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിയുടെ ജസ്റ്റ് സ്കിന്നാണ് ഇട്ട് കൊടുക്കുന്നത്. കാങ് ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. ഞങ്ങൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, പക്ഷെ അത് ഞാനായിരുന്നു പിടിച്ചത്, അവളല്ലായിരുന്നു. ഇപ്പോൾ അതോ കാങ്. ഇത് നമ്മുടെ സ്വന്തം വീട്ടുവളപ്പിലുള്ള മീനല്ലേ, വിഷമില്ലാത്ത മീനല്ലേ. അറിയില്ല അവൾക്ക്. നോങ്ങ് പെട്ടെന്ന് പിടിച്ചെടുത്തു. കാങ്ങിന്റെ ശ്രമം തുടരുകയാണ്. കിട്ടട്ടെ, വലുത് കിട്ടിയാൽ മതിയായിരുന്നു. What happened? ഓ അതണ്ട, അതാ വന്ന് നല്ല വലിയ, ഏകദേശം ഒരു 1/2 കിലോയുടെ മുകളിലുണ്ട് കേട്ടോ. 1/2 കിലോയുടെ മുകളിലുണ്ട്. അടുത്തത് ലേക്കാണ് പിടിക്കാൻ പോകുന്നത്. നമ്മൾ ആരാണ് ഏറ്റവും വലിയ മീൻ പിടിച്ചത് നോക്കാൻ നോക്കാം. ഇതിലും വലുതുണ്ട്. 1 കിലോ ഒക്കെ ഉള്ള മീനുണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ പറമ്പിൽ, നമ്മുടെ ഇതിൽ നിന്ന് കുളത്തുനിന്ന് പിടിക്കുന്ന മീനിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടൂലല്ലോ. പിന്നെ വിശ്വസിച്ച് കഴിക്കാലോ. ലേക്കാണ് പിടിക്കുന്നത് ഇപ്പോൾ. എനിക്ക് പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ക്യാമറ ചെയ്യുന്നോണ്ട്. അതാ കിട്ടി. ഓ അത് പോയി. വലുതായിരുന്നു, വലിയ മീനായിരുന്നു, അത് പോയി. ഈ മീനിന്റെ പേരെന്താ നാട്ടിലെന്ന് അറിയില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഇത്. ഫ്രൈ ചെയ്താലാണ് ടേസ്റ്റ്. കറി വെച്ചാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് നോ അത് ചെറുതാ. നോ നീറ്റ് ബട്ട് നോ നീറ്റ്. ഇത് കണ്ടോ, മാംഗോസ്റ്റിൻ കാടുകൾക്കിടയിൽ കേരളത്തിലൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന മലയാളി. അടക്ക കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അടക്ക പറിച്ചെടുക്കാനുണ്ട്. അതാണ് നമ്മുടെ റബ്ബർ. അങ്ങോട്ട് മുഴുവൻ റബ്ബറാണ്. പിന്നെ ഈ ഭാഗത്ത് മുഴുവൻ മാംഗോസ്റ്റിൻ. ഈ പോണ്ടിൽ നിന്ന് നമ്മൾ വെള്ളം അടിക്കുന്നത് നമ്മുടെ ദുരിയാന് വേണ്ടിയിട്ട് വെള്ളം അടിക്കുക. അതാ വീണ്ടും അതാ ഇട്ടിട്ടുണ്ട്. Lake not lucky. Get only small fish. Okay for you. അങ്ങനെ അടുത്ത മീൻ വരട്ടെ. ലേക്കിന് കിട്ടിയത് ചെറിയ മീനായിരുന്നു. ഇപ്പൊ അടുത്തത് വലിയ നിറയെ മീനാണ് ഇതില്. ഞാൻ കുറച്ച് മീൻ ഇപ്പൊ ഇതാ, ചെറിയ കുട്ടികൾ ഒരുപാടുണ്ട്, 1000കണക്കിനുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ. อันเมื่อกี้โอ้โหตัวเบลอแล้ว ตัวใหญ่มากเลยเมื่อกี้อ่ะ หลุดใหญ่กว่าของไอ้แพนดิ ഞങ്ങൾ വീണ്ടും ഇട്ടിട്ടുണ്ട്. പക്ഷെ ചെറുതാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഇടാം. വലുതാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ. เอาอันนี้โยนไหมจะได้มากันเยอะๆเอามาทางนี้บ้างตรงกลางบ่อบ้างเอา ഇതിലിപ്പോൾ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലുത് നോങ്ങിനാണ് കിട്ടിയത്. വലിയ മീനായിരുന്നു. ഏകദേശം ഒരു 600 ഗ്രാം ഒക്കെ ഉള്ള ഒരു മീനാണ്. ഇതിൽ 1 കിലോയ്ക്ക് മുകളിലുള്ള മീനുണ്ട്. നമ്മുടെ ഐലൻഡിൻ്റെ ബാക്കി വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു ചേഞ്ച് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത്. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? ഇങ്ങനെ നമ്മൾ സ്വന്തം പറമ്പിൽ ഉള്ള ഒരു കുളത്തിൽ നമ്മൾ മീനിനെ വളർത്തുക, എന്നിട്ട് ആ മീനിനെ നമ്മൾ പിടിച്ച് കഴിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, വിശ്വസിച്ച് കഴിക്കാമല്ലോ. เอาอันนี้โยนได้เลยนะ ഫ്രഷ് അല്ലേ?ฮะ ไม่กิน เราต้องมาติดเนื้อหน่อยๆนั่นมัน
എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ അവർക്ക് ഇവിടുന്ന് ഇതിൽ നിന്ന് ഫ്രഷ് മീനിനെ പിടിച്ചിട്ട് നമുക്ക് തന്നെ ഫ്രൈ ചെയ്യാം. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അവർ വരുന്നുണ്ട് ഇപ്പോൾ. ഈ കുളത്തിന് നല്ല താഴ്ചയുണ്ട് കേട്ടോ, ഏകദേശം 10-11 അടിയോളം താഴ്ചയുണ്ട്. കാരണം ഇതിൽ നിന്നാണ് ഞങ്ങൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. Bị lắc luôn 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 như vậy. Xóp luôn nè. Nam ổ. Nam ổ nữa vậy? Nam. Tại con Long. Tua dài. നല്ല വലുപ്പമുള്ള, നല്ല വലുപ്പമുണ്ട്. ഒരു 3/4 കിലോ ഉണ്ട്. Nó tụng mấy tiền như mà. 3/4 കിലോ ഉണ്ട് അല്ലേ? അതെ, നല്ല വലുപ്പമുള്ളതാ. ഇത് മതി, ഇത്രയും മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. കുറെ മീനുകളുണ്ട്. ഇനിയിപ്പോ ഇടക്കിടക്ക് ഇതിനെ പിടിച്ച് കഴിക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ ഈ കുളം നിറഞ്ഞു പോകും. കാങ്ങും ഭയങ്കര സന്തോഷത്തില. എന്താ പറയാ, ഇതിനിപ്പോ ഇനി ഫ്രൈ ചെയ്ത് കഴിക്കണ്ടേ? ഏകദേശം ഒരു 2 കിലോ ഉണ്ടാവും. 4 എണ്ണം. 2 കിലോ അല്ല, അതിന് മുകളിലുണ്ടാവും. നാലെണ്ണുണ്ട്. ഞങ്ങള് പുതുതായിട്ട് കോഫി പ്ലാന്റേഷൻ ചെയ്യാൻ പോവാണ്. അതിന്റെ സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സീഡ്സ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതൊന്ന് വളർന്നു വന്നതിന് ശേഷം നമുക്ക് ലാൻഡിലേക്ക് ഇതിന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ ഈ ഫാം ഹൗസിലെ ലൈഫ് എന്ന് പറയുന്നത്. കോഫി ഇവിടെ മുമ്പ് ഇവിടെ കോഫി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ കർഷകർ കോഫി പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും വിചാരിച്ചു കോഫി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലാൻഡൊക്കെ അവിടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുമ്പേ തന്നെ കുറച്ച് ലാൻഡ് അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ അതിലിനിപ്പോൾ കോഫി പ്ലാന്റേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഇത് എൻ്റെ ലെമൺ ചെറുനാരങ്ങയുടെ മരമാണ്. അതുപോലത്തെ കുറച്ച് 5-6 എണ്ണം ഉണ്ട്. ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഞാൻ കോഫി പ്ലാന്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഏരിയ അങ്ങനെ ഉണ്ട്. ഏകദേശം ഒരു 2 ഏക്കറോളം അങ്ങനെ തന്നെ വിട്ടുവെച്ചിട്ടുണ്ട്. നമ്മുടെ പൂച്ച ഇതാ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഈ ഫിഷ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.